ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു വെജിറ്റബിൾ കുറുമയാണ് തയ്യാറാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ആദ്യം നമുക്ക് വെജിറ്റബിൾ കുറുമയ്ക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കിയാണ് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്താൽ മതി. കോളിഫ്ലവർ അതും ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഈ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ കപ്പിലേക്ക് 1.5 പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 4 കാഷ്യൂനട്ടാണ്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 1 ഏലക്ക, 1 നുള്ളു പെരിഞ്ജീരകം. കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം എന്നിവ കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരിഞ്ഞു കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് നമ്മൾ ആദ്യം അരയ്ക്കുമ്പോൾ തന്നെ അരച്ചെടുത്താൽ മതി. ഞാൻ അപ്പോൾ ചേർക്കാൻ വിട്ടുപോയതാണ്. പുളിക്ക് വേണ്ടി നമുക്ക് തൈരിന് പകരം തക്കാളി വേണമെങ്കിലും യൂസ് ചെയ്യാം. ആദ്യം വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ തക്കാളി കൂടി ചേർത്ത് വേവിച്ചാൽ മതി. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നമുക്ക് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ കിടന്ന് ഇതിൽ തിള വന്ന് അത് നന്നായിട്ടൊന്ന് പതഞ്ഞു തുടങ്ങണം. അപ്പോൾ മാത്രമേ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാവൂ. നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെയുള്ള നല്ല ഒരു കോമ്പിനേഷനാണിത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.